അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചിക്കൻ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചിക്കൻ കറിയോ ചിക്കൻ ഫ്രൈയോ കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ, അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിലല്ലാതെ വളരെ വ്യത്യസ്തമായിട്ട് എല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു ചിക്കൻ തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ എല്ലുള്ള പീസും എല്ലാം എടുത്തിട്ടുണ്ട്, നമ്മൾ അതിനൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ എല്ലൊക്കെ നമ്മൾ കോഴിയുടെ കാലും ഒക്കെ എല്ലാം നല്ല സാധനം, പക്ഷെ നമ്മള് എല്ലാം നീക്കം ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഒരു ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്ത പേസ്റ്റ് ആണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ അതിന്റെ കൂടെ നമ്മളൊരു അത്യാവശ്യം കുറച്ചൊരു ഉപ്പ്, കാരണം ഇപ്പം നമ്മൾ ഒരുപാട് ഉപ്പങ്ങ് ചേർക്കണ്ട, നമുക്ക് ഇതിലോട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പൊ ഇവരെ എല്ലാരെയും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് എടുക്കണം. ഇതുണ്ടല്ലോ, നമ്മളൊരു സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, സമയം ഇല്ലെങ്കിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം, അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ നമ്മളിത് ചിക്കനെല്ലാം നന്നായിട്ട് പുരട്ടി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അധികം സാധനവും ചേർത്തില്ല, വെറും ഉപ്പും മഞ്ഞപ്പൊടി മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അപ്പം നമ്മൾ ഇവിടെ ഒരു സാധനം വെച്ചിരിക്കുന്നത് നമ്മുടെ കുക്കറിനകത്ത് നമ്മുടെ ഇഡ്ഡലി തട്ടാണ് വെച്ചിരിക്കുന്നത്. ആവി കയറ്റി എടുക്കണം, അതാണ് നമ്മുടെ ആവശ്യം. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ റെഡിയാക്കി വെച്ച് വെള്ളം എളുപ്പം തിളയ്ക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് അതിനകത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാവേ. ആവി കയറ്റണം, അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നമുക്ക് വെച്ച് കൊടുത്തേക്കാം. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നുള്ള പീസാണേലും ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് വെച്ചു. നമുക്കിതൊക്കെ എല്ലൊക്കെ നീക്കി നമുക്ക് കുഞ്ഞു പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കർ അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 2 വിസില് നന്നായിട്ട് വേകണം. അതായത് നമ്മളെടുക്കുന്ന കോഴിയുടെ അനുസരിച്ചിരിക്കും. കോഴി മുറ്റാണെങ്കിൽ കൂടുതൽ നേരം വെക്കണം, നാടൻ കോഴിയാണ് കൂടുതൽ നാടനല്ല, നമ്മുടെ ബ്രോയിലറാണ്. അപ്പോൾ എന്തായാലും ഉള്ള ഇത് അവിടെ ഇരിക്കട്ടെ, ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആവിയിൽ വേകാൻ വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതിപ്പോൾ 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ എന്താ പറയുന്ന ഈ എയറൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇഞ്ചി ചെറിയ പീസുകളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ ചിക്കനിലും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് തേച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഈ സമയത്ത് ഇത് നമ്മളിത് വഴറ്റുന്നതിന് മുമ്പ് നമുക്ക് കടുക് വേണമെങ്കിൽ വറക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കടുക് വറുത്ത് ഒഴിക്കാം. ഇനി കടുക് വറുത്തില്ലെങ്കിൽ അത് നമ്മുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഏകദേശം ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ സവോളയാണ്, ഒരു സവോള മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതായിരിക്കും. നമ്മുടെ സമയം പോലെ എങ്ങനെ വേണം നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ നീളത്തിൽ അരിഞ്ഞേക്കുന്നത്, കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നുണ്ടോ, കൊത്തി അരിഞ്ഞെടുക്കുന്നത്. കൊത്തി അരിഞ്ഞെടുക്കാനായിട്ട് വന്നതായി, അരിഞ്ഞു വന്നപ്പോഴല്ല, എപ്പോഴും അരിയുന്ന പോലെ നീളത്തിൽ അരിഞ്ഞു വയ്ക്കും. ടേസ്റ്റ് അതാണ് കേട്ടോ, ചെറുതായിട്ട് അരിയുന്നതാണ് നമുക്ക് അതിൻ്റെ ഒരു സ്വാഭാവികതയും ടേസ്റ്റും കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളെപ്പോഴും എന്താ പറയുന്ന സവോള വഴക്കത്തില്ലേ, അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എളുപ്പം വഴക്കാൻ വേണം നമുക്ക് കുറച്ച് ഉപ്പോടെ ചേർത്ത് നമുക്ക് വഴറ്റാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉള്ളി കൂടെ ഇട്ട് കൊടുത്തേക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അതെ, ആ എണ്ണയ്ക്കകത്ത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് അതങ്ങോട്ട് ആകുമ്പോഴത്തേനുണ്ടല്ലോ കിടുക്കാച്ച് ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഉപ്പൂടെ ചേർക്കുന്നത് വെളിച്ചെണ്ണ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. സൺഫ്ലവർ ഓയിലോ നമ്മുടെ ഏത് കുക്കിംഗ് ഓയിലോ അങ്ങനത്തെ പാം ഓയിലൊന്നും ഉപയോഗിച്ചിരുന്നാൽ മതി. അപ്പോൾ വേറെ ടേസ്റ്റ് വരും. അത് നമുക്ക് അത്രയ്ക്ക് നല്ല സംഭവമില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉള്ളി വഴലാനുള്ള ഉപ്പൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴലെടുക്കണം. നമ്മുടെ
കുക്കർ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കും. അതിൻ്റെ അകത്ത് മറ്റേ കാറ്റൊക്കെ ഒന്ന് വെളിയിൽ പോകണം. കാറ്റെല്ലാം വെളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി കലാവിന് വെളിയൊക്കെ ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് എന്താ പറയുക റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞിരിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, ആവി പറക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കണം. തണുത്തിട്ട് വേണം നമുക്ക് അതിൽ ഈ എല്ലിന്നൊക്കെ ഒന്ന് വിടിവിച്ച് നമുക്ക് എടുക്കാം. ഇതുണ്ടല്ലോ മാക്സിമം നമുക്ക് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ഒന്ന് എടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലും അങ്ങ് മാറി കിട്ടും. അത് നല്ല അടിപൊളിയായിട്ട് സംഭവം റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇത് തണുക്കാതെ നമുക്ക് അതിൻ്റെ അകത്ത് കഴിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിക്കൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം വഴന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളത് ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ നമ്മൾ എല്ലയെന്നൊക്കെ പിടിപ്പിച്ച് നന്നായിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അന്നേരം ഉണ്ടല്ലോ നമുക്ക് ഈ തോരൻ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എന്താ പറയുക യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ എല്ലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം കിട്ടത്തില്ല. നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ള മസാലയെല്ലാം എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ് 1.5 ടീസ്പൂൺ ഉണ്ട്. 3 പച്ചമുളക്, കറിവേപ്പില, ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല തന്നെയാണ്, അത് 1.5 ടീസ്പൂണോളുണ്ട്. നമ്മുടെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇനി നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിയെല്ലാം ഏകദേശം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് തിരുമണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ തിരുമാണ്. കറിവേപ്പില ഉൾപ്പെടെ നമ്മളത് തിരുമാണ്. ഇത് ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ പിന്നെ ഇടാം. അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പില മാറ്റി വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് തിരുമി എല്ലാം ഒന്ന് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ ചിക്കൻ എന്താ പറയുക മാരിനേറ്റ് ചെയ്യാൻ നേരം സ്വല്പം ഉപ്പ് ചേർത്താൽ പിന്നെ നമ്മുടെ ഉള്ളിക്കകത്തൊരു സ്വല്പം ഉപ്പ് ഇത് വഴറ്റാൻ വേണ്ടി നമ്മൾ സ്വല്പം ഉപ്പ് ചേർത്തതേ ഉള്ളൂ. എന്നാൽ പോലും നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പില്ല. അപ്പം നമുക്കിനി ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ അരപ്പങ്ങോട്ട് ചേർത്ത് ചിക്കൻ അങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതെ നമ്മൾ എല്ലോടെ ഇട്ട് കഴിഞ്ഞാണല്ലോ നമുക്ക് ആ തോരൻ്റെ ഒരു സുഖം കിട്ടത്തില്ല. ടെക്സ്ചർ പിന്നെ അതല്ല നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ എല്ല് കഴിക്കുമ്പോഴത്തേക്കാണല്ലോ അതിൻ്റെ എന്താ പറയുക. അപ്പം ഇതൊന്ന് ഉള്ളി നമ്മളല്ല കൊത്തിയരിഞ്ഞിടുകയാണെങ്കിൽ കുറെ കൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടി അത് സാധാ ചെയ്യുന്ന കൊത്തിയരിയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരപ്പങ്ങോട്ട് ചേർത്തുള്ളത്. തേങ്ങ സ്വല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ ഇതിന്ന് വേർപെടുത്തിയെടുക്കുന്ന എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കളയണമെന്നില്ല. വേണമെന്ന് വെച്ചാൽ സൂപ്പൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനത്തെ ചില നുറുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊന്ന് ഇളക്കി കൂട്ടുക. അതിൻ്റെ കൂടെ ഇത് നമ്മുടെ ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേകാനൊന്നുമില്ല, നമ്മൾ ചേർത്ത എല്ലാ സാധനം ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇതൊന്ന് ആവി കയറണം, നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവി ഒന്ന് കയറി കഴിയുമ്പോഴത്തേക്കാണല്ലോ അതൊന്ന് റെഡി ആയിക്കോളും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ആ തേങ്ങയൊക്കെ ഒന്ന് എന്താ പറയുന്നത് ഒരു ചെറിയ രീതിയിലൊന്ന് വെന്ത് വരണം. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി പറയുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് 2-3 മിനിറ്റ് അത് മതി. ഇതെല്ലാം വെന്തത് അപ്പം ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പം നമ്മൾ അടച്ചു വെച്ച സംഭവം നമ്മൾ തുറന്ന് ഇതല്ല. അപ്പം നമ്മുടെ ഇതിനകത്ത് അത്യാവശ്യം ചിക്കൻ്റെ അകത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം അത് വെച്ചൊന്ന് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടത് ഇളക്കി ഒന്ന് കൂട്ടുക. അതിനുശേഷം നമുക്കിതിനകത്ത് സ്വല്പം കടുക് കൂടെ വറുത്ത് ചേർക്കാം. നമ്മളിപ്പോൾ കടുക് ഒരു ചെറിയ തവിക്കകത്ത് വറുത്തെടുത്ത് നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ കടുകും ഇത്ര മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അതങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൂട്ടുക. എന്നിട്ടുണ്ടല്ലോ അത് മീഡിയം തീയിൽ തന്നെ ഒന്ന് വിടർത്തി ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം അത് ചിക്കനല്ലേ, അപ്പോൾ ചിലപ്പം
അപ്പം നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ വേവിച്ചതാണ് സാധനം. അപ്പം ഇനി വേകാനൊന്നുമില്ല ഈ സംഭവത്തിനകത്ത്. നമ്മുടെ ആ പൊടികളുടെയും തേങ്ങയുടെയും ഒക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത വെള്ളമായി ഇപ്പം മാറി കഴിയുമ്പോഴത്തേക്കാണ് സംഭവം നല്ല കിടക്കാച്ചിയാണ് സാധനം. നല്ല ചപ്പാത്തിയോടോ ചോറിനോടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കിടു സാധനമായിരിക്കും. അതെ തന്നെ, ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ സാധനം ഇത്. കാരണം ഇതിനകത്ത് ഒന്നും പേടിക്കണ്ട, എല്ല് അങ്ങനത്തെ സാധനങ്ങളില്ല. സാധാരണ നമ്മൾ ചിക്കൻ തോരനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, ചിക്കൻ കട്ട് ചെയ്ത് എല്ല് ഉൾപ്പെടെയാണ് ഇടുന്നത്. ഇത് നമ്മൾ എല്ലൊക്കെ മാറ്റണം നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ. ഇതിപ്പോ അതിന്റെ ഒരു പ്രശ്നമില്ല. എന്താ പറയുക, ബോൺലെസ് ചിക്കൻ തോരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഉപ്പെല്ലാം കറക്റ്റാണ്. നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എരിയും കറക്റ്റാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ വേണം കുറച്ച് മേമ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സംഭവമായിരിക്കും. ഇതുണ്ടോ, അടിപൊളി. അപ്പം ഇതുപോലെ ഉണ്ടല്ലോ നമ്മൾ എല്ലില്ലാതെ നമുക്ക് തീയൊന്ന് കുറച്ചിട്ട് എല്ലൊന്ന് മാറ്റിയിട്ട്, അതായത് നമ്മൾ ആവിയിൽ ഇങ്ങനെ ഒന്ന് ആവി കയറ്റിയെടുത്ത് 2 വിസിൽ, അതായത് നമ്മുടെ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് വേഗം ഒരു ഐഡിയ നമുക്കുണ്ടല്ലോ, ആ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് എല്ലിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുക. ഇച്ചിരി സമയമെടുക്കും, കുഴപ്പമില്ല. എന്നാലും ഉണ്ടല്ലോ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. പിന്നെ കറിവേപ്പിലയും തേങ്ങയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കുക, കടുക് വറുത്തങ്ങോട്ട് ചേർക്കുക, പച്ചമുളക് ഇടുക. പച്ചമുളക് ചതച്ചിട്ടാലും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്നുകൂടെ ചതച്ച് എന്താ പറയുക, ഒന്നുകൂടെ ഇതൊക്കെ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സംഭവം. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടല്ലോ. നമ്മുടെ നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ സ്വല്പം വേവ് കൂടുതലായിരിക്കും, പക്ഷേ ടേസ്റ്റ് പക്കയായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. തൊലിയൊക്കെ നീക്കി കോഴിയുടെ തൊലിയൊക്കെ ഒന്ന് ഇതാക്കി കളഞ്ഞിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ടേസ്റ്റ്, അതായത് രുചി എങ്ങനെ ഉണ്ടെന്നുള്ളതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ല സംഭവം നല്ല. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ചേരാൻ എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് അതൊന്ന് ലൈക്ക് ചെയ്യണം. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലില്ലേ അതും കൂടെ ഓൺ ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ കണ്ടിട്ട് പോകുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കൊന്നും അറിയാം. അപ്പൊ അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തു, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മളിനിയും എന്താണ് വ്യത്യസ്തപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി അത് എന്താ പറയുന്നത്, ഒന്ന് കമന്റ് കൂടെ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.